എൻ്റെ ജോർജ് സാറേ, സാർ ഒത്തിരി പേരുടെ പ്രശ്നങ്ങളും പള്ളിക്കാര്യവുമൊക്കെ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് പറയുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സാറൊന്ന് കേൾക്കണം. എൻ്റെ പേര് വെച്ചാലും വെച്ചില്ലേലും കുഴപ്പമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഒരു വാക്ക് പോലും കള്ളമില്ല. ഒരിക്കൽ മാത്രം കണ്ടു മിണ്ടിയിട്ടുള്ള ചാക്കോച്ചൻ ആണ് പറയുന്നത്. പേര് വെച്ചാലും കുഴപ്പമില്ല എന്ന് ചാക്കോച്ചൻ പറഞ്ഞെങ്കിലും ഞാൻ ഇതിൽ യഥാർത്ഥമായ പേരുകൾ ഉപയോഗിച്ചിട്ടില്ല. സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് തന്നെ. ചാക്കോച്ചൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ 101 വയസ്സിലാണ് മരിച്ചത്, 4 കൊല്ലം മുമ്പ്. ഇവിടുത്തെ കുർബാന പ്രശ്നം തീ പിടിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ 6 സഹോദരങ്ങളാണ്. എങ്കിലും അവസാനത്തെ 4 കൊല്ലം അപ്പച്ചൻ എൻ്റെ വീട്ടിലായിരുന്നു. കട്ടിലിലും വീൽ ചെയറിലും തന്നെയാണ് ജീവിതം. അവസാനത്തെ 7 മാസം തീർത്തും കിടപ്പായിരുന്നു. കുളിപ്പീരും ഭക്ഷണവും വിസർജനവും ഒക്കെ ആ കിടപ്പിൽ തന്നെ. എന്നാലും ബോധത്തിനൊരു കുറവുമില്ല. എല്ലാം നല്ല ഓർമ്മയാണ്. ആശുപത്രിയിലും വൃദ്ധമന്ദിരത്തിലുമൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ല ശുശ്രൂഷ ഞങ്ങൾ അപ്പച്ചന് കൊടുത്തു. ഞങ്ങളെന്ന് പറഞ്ഞാൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ഇടയ്ക്കിടെ വരും. അതുകൊണ്ട് എന്നാ വയ്യായികയാണേലും അപ്പച്ചന് എന്നും ഒത്തിരി സന്തോഷമായിരുന്നു. മക്കളും കൊച്ചുമക്കളും നല്ലോണം നോക്കുന്നുണ്ടല്ലോ. അത് അപ്പച്ചൻ ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അത്രയ്ക്ക് പുണ്യം നിറഞ്ഞ ജീവിതമായിരുന്നു ജോർജ് സാറേ അപ്പച്ചൻ്റേത്. ദിവസവും ടി വിയിൽ 4-5 കുർബാന കാണും. അതിലെ എല്ലാ പ്രാർത്ഥനയും ചൊല്ലും, പാട്ടുപാടും. കണ്ണടച്ച് കൈ കൂട്ടിപ്പിടിച്ച് കുർബാന കൈക്കൊള്ളുന്നത് പോലെ നാക്ക് നീട്ടിക്കിടക്കും. അത് നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണു നിറയും. പഴയൊരു മെത്രാൻ്റെ ചേട്ടനാണേലും, എന്ന് വെച്ചാൽ കസിനാണ് അപ്പച്ചൻ. ഒരച്ഛനും അപ്പച്ചനെ കാണാൻ വരാറില്ല. ഏതാണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് കുറച്ച് മെത്രാന്മാർക്കും അച്ഛന്മാർക്കും പുള്ളിയോടൊരു കലിപ്പായിരുന്നു. വെക്കാവുന്ന പാരയൊക്കെ അവർ വെച്ചിട്ടുമുണ്ട്. ഒരു ദിവസം ഉച്ചക്കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുമ്പം അപ്പച്ചൻ 2-3 വായ ഇറക്കി. പെട്ടെന്നൊരു ചുമ വന്നു, കൂടെ വിൽക്കുകയും ചെയ്തു. അതോടെ അപ്പച്ചൻ പോയി. അതിന് കുറച്ച് മുമ്പ് അനിയൻ മെത്രാനും വേറൊരു അച്ഛനും കൂടി വീട്ടിൽ വന്നിരുന്നു. കുർബാന കൊടുത്തു. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമൊന്നും തോന്നിയില്ല സാറേ. അപ്പച്ചൻ ഇത്രയും നാൾ ജീവിച്ചല്ലോ, നല്ല മാതൃക തന്നേച്ചാണല്ലോ പോയത് എന്നേ തോന്നിയുള്ളൂ. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നതിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും അനുഗ്രഹവും ഒരു കുറവുമില്ലാതെ അപ്പച്ചനെ നോക്കാൻ കഴിഞ്ഞതാണ്. കാരണം അപ്പച്ചനൊരു വിശുദ്ധനായിരുന്നു. ഞാൻ നമ്മുടെ കൊച്ചു വിശുദ്ധൻ കാർലോസ് അക്വിറ്റസിൻ്റെയും അന്തോണീസ് പുണ്ണാളിൻ്റെയും കബറിടത്തിലൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പച്ചൻ്റെ അത്രയും നന്മയുള്ളവർ ഒറ്റ അരപ്പട്ടക്കാരൻ പോലും ഈ സഭയിലില്ല. കാര്യം വലിയ പഠിപ്പൊന്നും ഇല്ലായിരുന്നാലും അപ്പച്ചനൊരു ജ്ഞാനിയായിരുന്നു. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അപാര വിവരമാണ്. പ്രത്യേകിച്ച് പള്ളിക്കാര്യം, ബൈബിൾ കാണാപ്പാടം. നേർവഴി വിട്ടൊരു കാര്യത്തിന് പോകുകയില്ല. പറമ്പിൽ നിന്ന് എന്തെങ്കിലും നല്ലൊരു സാധനം കിട്ടിയാൽ വാഴക്കുലയോ ചേനയോ റബ്ബർ ഷീറ്റോ എന്നതാണേലും അത് പള്ളിയിൽ കൊടുക്കും. അതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊരു കുറവും വന്നിട്ടില്ല. അപ്പച്ചന് ഒറ്റ കുഴപ്പമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, ബീഡി വലിക്കും. അത് ഞങ്ങൾക്കെല്ലാം വിഷമമായിരുന്നു. അപ്പച്ചന് എന്തിനാണ് ഇങ്ങനെ ആരോഗ്യവും പൈസയും കളയുന്നതെന്ന് ഞങ്ങൾ ചോദിക്കുമായിരുന്നു. ഒരു ദിവസം പുള്ളിക്കാരൻ പറഞ്ഞു, എടാ, ഞാനും കൂടി കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവൻ്റെ കുടുംബം കഞ്ഞി കുടിക്കുന്നത്. ഞാൻ വലിക്കുമല്ല, അവനിച്ചിരി പൈസ കൊടുക്കാൻ വേണ്ടി ഇതങ്ങ് മേടിക്കുന്നതേ ഉള്ളൂ. അത് ശരിയായിരുന്നു. 25 പൈസയുടെ ഒരു കെട്ട് ബീഡി മേടിച്ചിട്ട് പുള്ളി 1 രൂപ കൊടുക്കും. അതിൽ പകുതി പോലും വലിക്കുകയില്ല. ബാക്കി ചുരുട്ടി മടക്കി വാഴച്ചോട്ടിലിടും. അന്നത്തെ 1 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെത്രയാണെന്ന് പറയണ്ടല്ലോ. എന്തായാലും പുള്ളി ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് വലി നിർത്തി. എന്നാലും ആ കടക്കാരൻ ദാമോദരന് ഇടയ്ക്കിടെ ചുമ്മാ പൈസ കൊടുക്കും. ആ സാറേ, എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തൊരു കപ്പേള പണിയാൻ ആലോചന ഉണ്ടായി. പക്ഷേ പള്ളിക്ക് സ്ഥലമില്ല. വിവരം അറിഞ്ഞിട്ട് അപ്പച്ചൻ വികാരിയത്തിനോട് പറഞ്ഞു, ഞാൻ സ്ഥലം തരാം. അക്കിയാത്ത മെത്രാവിനോട് പറഞ്ഞപ്പോൾ അങ്ങേര് വികാരിയോട് പറയുക, കപ്പേളയ്ക്ക് 1 സെൻറ്റ് സ്ഥലം പോരാ, കുറഞ്ഞത് 1.5 വേണം. സ്ഥലം കൊടുക്കാമെന്നല്ലാതെ ഇത്ര സെൻറ്റെന്നൊന്നും അപ്പച്ചൻ പറഞ്ഞിട്ടില്ലായിരുന്നു. സാധാരണ 1 സെൻറ്റ് അല്ലെങ്കിൽ 1.5 സെൻറ്റിലാണല്ലോ കപ്പേള. 1 സെൻറ്റെന്ന് മെത്രാൻ അങ്ങ് വിചാരിച്ചു. അതാണ് കാര്യം. എന്നാലും ഇത് കേട്ടപ്പോൾ അപ്പച്ചൻ അച്ഛനോട് പറഞ്ഞു, കപ്പേളയ്ക്ക് വേണ്ട സ്ഥലം എടുത്തോ. അങ്ങനെ ഞങ്ങൾ കൊടുത്ത 2.5 സെൻറ്റിൽ കപ്പേള ഉണ്ടായി. അന്ന് അവിടെ സെൻറ്റിന് 1.5 ലക്ഷം വിലയുണ്ട്. ഇപ്പോൾ 12 ലക്ഷം എങ്കിലും ഉറപ്പാണ്. ഒന്ന് നിർത്തിയിട്ട് ചാക്കോച്ചൻ ചോദിച്ചു, സാറിന് ബോറടിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഏയ് ഇല്ല, എനിക്കിതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്, കേൾക്കട്ടെ. ചാക്കോച്ചൻ തുടർന്നു. അങ്ങനെ അപ്പച്ചൻ മരിക്കാറായെന്ന് തോന്നിയപ്പം ഞാൻ നമ്മുടെ വികാരിയച്ഛനെ വിളിച്ചു പറഞ്ഞു. പുള്ളി വന്നില്ല. നമ്മുടെ കുടുംബത്തിലെ മെത്രാനോടും ഒരു അച്ഛനോടും പറഞ്ഞു. അവർ വന്ന് പ്രാർത്ഥിച്ചു. കൂദാശയൊക്കെ കൊടുത്തു. അപ്പച്ചൻ മരിച്ചു. അടക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളിയിൽ ഒരു കുർബാന ചെല്ലാൻ ആ മെത്രാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വികാരി സമ്മതിച്ചില്ല. അപ്പച്ചൻ വെറുതെ കൊടുത്ത സ്ഥലത്ത് ഉണ്ടാക്കിയ കപ്പേളയിൽ പോലും കുർബാന ചൊല്ലാൻ അച്ഛൻ സമ്മതിച്ചില്ല. ആരെ? അപ്പച്ചൻ്റെ അനിയൻ മെത്രാനെ. കാരണം പുള്ളിക്കാരൻ ഏകീകൃത കുർബാനയല്ലേ ചൊല്ലത്തുള്ളൂ. ഏകീകൃത കുർബാനയ്ക്ക് ഇവിടെ വിലക്കുള്ളതുപോലെയാണ് അച്ഛന്മാരുടെ നിലപാട്. അനിയൻ മെത്രാൻ പറഞ്ഞു, വഴക്കിനൊന്നും പോകണ്ട ചാക്കോച്ച, പോയിട്ട് കാര്യമില്ല, നമുക്കതങ്ങ് സഹിക്കാം. ഈ കുർബാന തർക്കമൊക്കെ വരുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങളുടെ അമ്മച്ചി മരിച്ചു പോയായിരുന്നു.
എന്നാൽ പിന്നെ ഇവിടെ നമ്മുടെ പള്ളിയിലെ സെമിത്തേരിയിൽ അപ്പച്ചൻ്റെ കല്ലറയിൽ അമ്മച്ചിയുടെ പേരും കൂടി എഴുതിയേക്കാമെന്ന് വെച്ച് അച്ഛനോട് പറഞ്ഞു. അന്നേരം പുള്ളി പറയുക 25,000 രൂപ വേണമെന്ന്, ഒരാളെ കൂടി അടക്കിയതായിട്ട് കൂട്ടുമെന്ന്. അപ്പച്ചൻ്റെ കല്ലറയിൽ അമ്മച്ചിയുടെ പേരെഴുതാൻ ഒരാളെ അടക്കുന്നതിൻ്റെ കൂലി വേണമെന്ന്. ഇതാണ് ജോർജ് സാറേ നമ്മുടെ പള്ളിയും അച്ഛനുമൊക്കെ. എന്തായാലും ഈ 4 കൊല്ലത്തിനിടയ്ക്ക് അപ്പച്ചന് വേണ്ടി ഒരു ആൾ പോലും അവിടെ കുർബാന ചൊല്ലാൻ വന്നിട്ടില്ല. ആകെ കൂടി ഒരു ഒപ്പീസ് ചൊല്ലി, അത് ഞങ്ങളുടെ കുടുംബത്തിലെ ബന്ധത്തിലുള്ള ഒരു കൊച്ചു വൈദികൻ. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് സാറേ. ഞങ്ങളുടെ വികാരിയുടെ ബന്ധത്തിൽ ഒരു കന്യാസ്ത്രീ മരിച്ചു. അവരുടെ ഗവൺമെൻറ് കുറച്ച് ദൂരെയാണ്. ഈ അച്ഛനാണെങ്കിൽ ഇവിടുത്തെ വിമതരുടെ ഒരു അസൽ നേതാവാണ്. അങ്ങേര് മടത്തി ചെന്നു അവരുടെ കപ്പേളയിൽ കുർബാന ചൊല്ലാൻ. അവിടുത്തെ മദർ പറഞ്ഞു, അച്ഛനറിയാമല്ലോ, സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലുമൊക്കെ ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാവുള്ളൂ എന്നല്ലേ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. അച്ഛനത് ചൊല്ലാമോ? എങ്കിലായിക്കോ. പുള്ളി അത്രയും പ്രതീക്ഷിച്ചില്ല. വിമതന്മാരുടെ കമാൻഡർ ഉണ്ടോ ഏകീകൃത കുർബാന ചൊല്ലാൻ പോകുന്നു. പുള്ളി പോയി ചാപ്പലിൻ്റെ പുറകിൽ ഒരു മുറി കയറി ഒളിച്ചിരുന്നു. എല്ലാം കഴിയുന്നതുവരെ നമ്മുടെ നെല്ലിശ്ശേരി അച്ഛൻ്റെ അടക്കിന് വന്നിട്ട് തട്ടിൽ പിതാവ് സങ്കീർത്തിയിൽ ഒളിച്ചിരുന്നത് പോലെ പിന്നെ വേറൊരച്ഛൻ വന്ന് ഏകീകൃത കുർബാന ചൊല്ലി. എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പം കുർബാന ചൊല്ലാൻ മെത്രാനെ അനുവദിക്കാത്ത കക്ഷി വിലക്കിയ കുർബാന ചൊല്ലാൻ കന്യാസ്ത്രീ മഠത്തിൽ ചെന്നിരിക്കുക. എങ്ങനെയുണ്ട്? പക്ഷേ അവരുടെ അടുത്ത് പുള്ളിയുടെ അടവേറ്റില്ല. ഒന്ന് നിർത്തിയിട്ട് ചാക്കോച്ചൻ വീണ്ടും ചോദിച്ചു, എന്തായിരിക്കും സാറേ ഇവരൊക്കെ ഇങ്ങനെ ആകാൻ കാരണം? ഞാൻ പറഞ്ഞു, തള്ള തടി വഴിയെങ്കിൽ പിള്ള ഇലവഴി എന്നല്ലേ പറയുന്നത്. അതാണ് കാരണം. ഈ ബിഷപ്പുമാർക്ക് ഒറ്റ എണ്ണത്തിന് ദൈവവിശ്വാസം പോലുമില്ല. പിന്നെ അച്ഛന്മാർക്കുണ്ടാകുമോ? വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തെ പേടിയുണ്ടാകും. ദൈവത്തെ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലതും ചെയ്യുമോ? അവരെയൊക്കെ പഠിപ്പിച്ചു വിട്ട് ഒത്തിരി അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഇവരെല്ലാം വ്യാജന്മാരാണ് എന്ന് ഇവരുടെ പ്രവൃത്തികൾ തന്നെ തെളിയിക്കുന്നില്ലേ? വിശ്വാസികളുടെ മുന്നിൽ പുണ്യപ്രഭാഷണം, അവരൊത്തുകൂടുമ്പോൾ അനൈക്യത്തിൻ്റെ ബോംബ് നിർമ്മാണം. സിനഡ് അത്തരമൊരു ബോംബ് നിർമ്മാണ ഫാക്ടറിയാണ്. ചോറിങ്ങും കൂറങ്ങും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മെത്രാൻ വർഗം. ഇരുതല മൂരികൾ. ഒരേ സമയം 2 വള്ളത്തിൽ കാലുകുത്തുന്നവരും 2 യജമാനന്മാരെ സേവിക്കുന്നവരും. അവരെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽവെക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനമൊന്നും പറഞ്ഞില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരെന്നെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരെന്നെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 6:24. തിരുവചനം ഇങ്ങനെയാണെങ്കിലും നമ്മുടെ മെത്രാന്മാർ ഇത് രണ്ടും ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ പറയുന്നത് പോലെ ഇവരുടെ പതനവും നമുക്ക് കാണാമെന്നതിന് സംശയമില്ല. കുർബാനയുമായി ബന്ധപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അന്തമില്ല കുന്തമനകൾ നെഞ്ചിലേറ്റുപിടയുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ സത്യദൈവത്തിൻ പുത്രനായ യേശു ക്രിസ്തുവിലും അവിടുത്തെ വചനങ്ങളിലും മുറുകെ പിടിച്ച് ആശ കൈവിടാതെ ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ചിലരൊക്കെ കണ്ണീരും ഗദ്ഗതവുമായി അവരുടെ സങ്കടങ്ങളും ദുരനുഭവങ്ങളും വിളിച്ചറിയിക്കും. അങ്ങനെ കിട്ടിയൊരു നമ്പരക്കഥയാണിത്. ആയിരക്കണക്കിന് സാധു വിശ്വാസികളുടെ കണ്ണീർ കഥകൾ മറ്റാരും അറിയുന്നില്ല. അറിയേണ്ടവർ ഇതൊന്നും പ്രശ്നമല്ല എന്ന മട്ടിൽ പാലം കുലുങ്ങിയിട്ടും കുലുങ്ങാത്ത കേളനെ പോലെ കണ്ണടച്ചിരിക്കും.